ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നോളജ് സെന്റർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ SCRT-യുടെ 114-ാമത്തെ ക്ലാസ് ആണല്ലേ. അപ്പൊ ഇത്രയും ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ ക്ലാസ്സുകളിലും നിങ്ങൾ എന്റെ ശബ്ദം മാത്രമായിരിക്കും കേട്ടിട്ടുണ്ടാവുക. ഇനി അങ്ങോട്ട് നമുക്ക് കണ്ടുപഠിക്കാം കേട്ടോ. ഓക്കെ, ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താണ്. ഞാൻ ഷബ്നാസ്. ഇനി വരാനിരിക്കുന്ന 2026 ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന ഒരുപാട് PSC എക്സാമുകൾ ഉണ്ടല്ലേ. അതിനൊക്കെ കട്ട സപ്പോർട്ടായിട്ട് ഒരുപാട് മികച്ച ക്ലാസ്സുകളും അതുപോലെ ടിപ്സുകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ആദ്യമേ നന്ദി പറയാണ്. ഇനി അങ്ങോട്ടും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി അങ്ങോട്ട് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ സോഷ്യൽ സയൻസിലെ, അതായത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ 10ാമത്തെ ചാപ്റ്ററായ ലോക ഭൂപടത്തിൽ യൂറോപ്പ് എന്നുള്ള ചാപ്റ്റർ ആണ് കേട്ടോ പഠിക്കുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും യൂറോപ്പിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് തന്നെ SK പൊറ്റക്കാടിന്റെ ഒരു യാത്രാ വിവരണത്തിൽ ചെറിയൊരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്റെ യൂറോപ്യൻ പര്യടനം ഇറ്റലിയിൽ ആരംഭിച്ചു. ദക്ഷിണ ഇറ്റലിയിലെ കാപ്പിരി ദ്വീപ്, വെസ്ലൂവിയസ് അഗ്നിപർവ്വതം, പോംബി നഗരം മുതലായ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഉൾനാടൻ മാർഗമായി റോമിൽ എത്തിച്ചേർന്നു. റോമിൽ നിന്നും ഫ്ലോറൻസിൽ ചെന്നു ചേർന്നു. ഫ്ലോറൻസിലെ ഉൾനാടുകൾ ചുറ്റിക്കണ്ട് ചരിഞ്ഞ ഗോപുരത്തിന്റെ നഗരമായ പീസയിലെത്തി. പീസയിൽ നിന്നും വെനീസിലേക്ക് പുറപ്പെട്ടു. പിന്നെ അവിടെ നിന്നും മിലാനിലേക്ക് പോയി. മിലാനിൽ വെച്ച് ഇറ്റാലിയൻ പര്യടനം അവസാനിപ്പിച്ച് സ്വിറ്റ്സർലാൻഡിലേക്ക് തീവണ്ടി കയറി. സ്വിറ്റ്സർലാൻഡിലെ പ്രധാന നഗരങ്ങളിലും മലനിരകളിലും തടാക തീരങ്ങളിലും ഗ്രാമങ്ങളിലുമായി 40 ദിവസം സഞ്ചരിച്ച് ഫ്രാൻസിലേക്ക് പുറപ്പെട്ടു. ഒരാഴ്ച പാരീസിൽ കഴിച്ചുകൂട്ടി. പിന്നെ പാരീസിൽ നിന്നും ഫ്രാൻസിന്റെ നാട്ടുംപുറങ്ങളിലൂടെ സഞ്ചരിച്ച് നിപ്പിയിൽ എത്തിച്ചേർന്നു. നിപ്പിയിൽ നിന്ന് ഇംഗ്ലീഷ് ചാനൽ കടന്ന് ഇംഗ്ലണ്ടിലെത്തി. ഇംഗ്ലണ്ടിൽ 1.5 മാസം താമസിച്ച് 1950 ജൂലൈ 8-ാം തീയതി ഇന്ത്യയിലേക്ക് കപ്പൽ കയറി. ഒക്കെ SK പൊറ്റക്കാടിന്റെ യാത്രാ വിവരണത്തിലുള്ള ഭാഗമാണ് അത്. ഇന്നത്തെ യൂറോപ്പ് എന്നുള്ള കൃതിയാണ് കേട്ടോ. 1955 അദ്ദേഹം എഴുതിയത് ഇന്നത്തെ യൂറോപ്പ് എന്ന കൃതിയിൽ മലയാളത്തിന്റെ സഞ്ചാര സാഹിത്യകാരനും ജ്ഞാനപീഠ ജേതാവുമായ SK പൊറ്റക്കാട് എഴുതിയ വരികളാണിവ. യൂറോപ്പ് ഒരു ഭൂഖണ്ഡമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമുക്ക് യൂറോപ്പ് എന്താണ്, ഇവിടെ ഭൂഖണ്ഡങ്ങളുടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എത്ര ഭൂഖണ്ഡങ്ങളാണ് ഉള്ളത് നമുക്കറിയാം. 7 ഭൂഖണ്ഡങ്ങളാണ് അല്ലെ. 7 ഭൂഖണ്ഡങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും വലുത് നമ്മുടെ ഏഷ്യയാണ് അല്ലെ. ഒന്നാമത് നമ്മുടെ ഏഷ്യയാണ് ഫസ്റ്റ്. പിന്നെ രണ്ടാമത്തത് വലിപ്പം പറയാണ് കേട്ടോ. വലിപ്പത്തിൽ 2-ാം സ്ഥാനം ആഫ്രിക്കക്കാണ്. 3-ാം സ്ഥാനം വടക്കേ അമേരിക്ക. 4-ാമത്തത് തെക്കേ അമേരിക്ക. ഓക്കെ, 5-ാമത്തത് അന്റാർട്ടിക്കയാണ് കേട്ടോ. 5-ാമത്തത് അന്റാർട്ടിക്ക. 6-ാമത്തതാണ് യൂറോപ്പ് വരുന്നത്. 7-ാമത്തത് ഓസ്ട്രേലിയ. ഓക്കെ, ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കണം കേട്ടോ. ഒന്നാമത്തത് ഏഷ്യ, രണ്ടാമത്തത് ആഫ്രിക്ക, 3-ാമത്തത് വടക്കേ അമേരിക്ക, 4-ാമത്തത് തെക്കേ അമേരിക്ക, 5-ാമത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്റാർട്ടിക്ക. ഓക്കെ, അപ്പൊ എന്താണ് മനുഷ്യവാസം ഇല്ലാത്ത ഭൂഖണ്ഡം ഏതാന്ന് ചോദിച്ചാൽ അന്റാർട്ടിക്ക ആണ് കേട്ടോ. അപ്പൊ എന്താണ് പിന്നെ അടുത്തത് 6-ാമത്തതാണ്. യൂറോപ്പിന്റെ സ്ഥാനം 6-ാമത്തതാണ്. പിന്നീട് എന്താണ് ഓസ്ട്രേലിയ ആണ് ഏറ്റവും ചെറിയ ഭൂഖണ്ഡം. ഓസ്ട്രേലിയ ആണ്. ഏറ്റവും വലുത് ഏഷ്യ. ഓക്കെ, വലിപ്പത്തിൽ 6-ാം സ്ഥാനമാണ് യൂറോപ്പിനുള്ളത്. മറ്റ് 6 വൻകരകളും വ്യത്യസ്ത ഭൂപ്രദേശങ്ങളായി നിലകൊള്ളുമ്പോൾ യൂറോപ്പ് ഏഷ്യയുടെ പടിഞ്ഞാറൻ തുടർച്ചയായിട്ട് കാണപ്പെടുന്നു. ഏഷ്യയും യൂറോപ്പും ഉൾപ്പെടുന്ന വിശാല ഭൂപ്രദേശത്തെ യുറേഷ്യ എന്ന് വിളിക്കുന്നത്. യൂറോപ്പിനെ ലോകത്തിന്റെ കേന്ദ്രമായ ഗ്രീക്ക് റോമൻ പണ്ഡിതർ കണക്കാക്കിയിരുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്കുകാരും റോമക്കാരും നിർമ്മിച്ച ലോക ഭൂപടങ്ങളിൽ യൂറോപ്പിനെ ഭൂഖണ്ഡമായി രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് പുരാതന കാലം മുതൽക്കേ യൂറോപ്പിനെ ഒരു ഭൂഖണ്ഡമായി കണക്കാക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മാപ്പ് നോക്കിയാൽ മനസ്സിലാവും യൂറോപ്പും ഏഷ്യയും തമ്മിൽ എന്താണ് അങ്ങനെ ചേർന്നാണ് കിടക്കുന്നത് അല്ലെ. പക്ഷെ ഇവർക്കിടയിൽ എന്താണ് ഇവരെ വേർതിരിക്കുന്നത് നമുക്ക് പറയാട്ടോ. പക്ഷെ യൂറോപ്പും ഏഷ്യയും പണ്ട് കാലം മുതൽക്കേ എന്താണ് ഒറ്റ ഭൂഖണ്ഡമായിട്ടായിരുന്നു കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് പണ്ട് കാലത്ത് യുറേഷ്യ എന്നാണ് യൂറോപ്പിനെയും ഏഷ്യയും യുറേഷ്യ എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ലോക ഭൂപടം നിരീക്ഷിച്ച് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൂ. യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതെന്നാണ് കേട്ടോ. കിഴക്ക് ഭാഗത്ത് നമ്മുടെ ഏഷ്യയാണ്.
ഓക്കെ, അപ്പൊ യൂറോപ്പിന്റെ സ്ഥാനമാണ് പറയുന്നത്. ഏഷ്യയാണ് കിഴക്ക് ഭാഗത്ത്. പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രം അറ്റ്ലാന്റിക് ആണ് അല്ലെ, അറ്റ്ലാന്റിക് സമുദ്രമാണ്. അതുപോലെ പിന്നെന്താണ്, യൂറോപ്പിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ആർട്ടിക് സമുദ്രമാണ്, ആർട്ടിക്. അതുപോലെ യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ ഏതാ, മെഡിറ്ററേനിയൻ കടലാണ്, മെഡിറ്ററേനിയൻ കടൽ, മെഡിറ്ററേനിയൻ കടൽ. ഓക്കെ, ഇത് നമുക്ക് മാപ്പ് നോക്കിയാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പൊ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്കുകാരും റോമക്കാരും നിർമ്മിച്ച ലോക ഭൂപടങ്ങളിൽ യൂറോപ്പിനെ ഭൂഖണ്ഡമായി രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് പുരാതന കാലം മുതൽക്കേ യൂറോപ്പിനെ ഒരു ഭൂഖണ്ഡമായി കണക്കാക്കുന്നത്. ഓക്കെ, ഇനി യൂറോപ്പിന്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നോക്കാം. യൂറോപ്പിന്റെ അടിസ്ഥാന വിവരങ്ങൾ ഏകദേശം 1,03,50,500 ചതുരശ്ര കിലോമീറ്റർ ആണ് യൂറോപ്പിന്റെ വിസ്തീർണം. ഇത് ലോക വിസ്തൃതിയുടെ 7% മാത്രമാണ്. അപ്പൊ ഈ ലോക വിസ്തൃതിയുടെ 7% മാത്രമാണ് യൂറോപ്പിന്റെ വിസ്തൃതി ട്ടോ. അപ്പൊ എന്താണ്, 1,03,50,500 ആണ്, 5000 ചതുരശ്ര കിലോമീറ്റർ ആണ് യൂറോപ്പിന്റെ വിസ്തീർണം. ഇനി യൂറോപ്പിന്റെ സ്ഥാനമാണ് നമ്മൾ നേരത്തെ നോക്കിയതാണ്. യൂറോപ്പിന്റെ വടക്ക് ഭാഗത്ത് ആർട്ടിക് സമുദ്രവും പടിഞ്ഞാറ് ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രവും തെക്ക് ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലും സ്ഥിതി ചെയ്യുന്നു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിഴക്ക് ഭാഗത്ത് ഭൂഖണ്ഡം ഏതായിരുന്നു, നമ്മുടെ ഏഷ്യ ആയിരുന്നു അല്ലെ. അപ്പൊ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറൽ പർവ്വതനിരയും കരിങ്കടലും കാസ്പിയൻ കടലും യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നു. അപ്പൊ എന്തൊക്കെ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തൊക്കെയാ പറഞ്ഞത്, കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറൽ പർവ്വതനിരയും കരിങ്കടലും കാസ്പിയൻ കടലും യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്, യൂറൽ പർവ്വതനിര, കരിങ്കടൽ, കാസ്പിയൻ കടൽ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഒന്നുകൂടി എന്താണ്, ഈ ഒരു മാപ്പ് നമ്മുടെ യൂറോപ്പിലെ രാജ്യങ്ങളെ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളതാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ എന്താണ്, യൂറോപ്പിന്റെ രാഷ്ട്രീയ ഭൂപടമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അടുത്തത് നിങ്ങൾക്കറിയാമോ എന്ന് കൊടുത്തിട്ടുണ്ട്. യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്. റഷ്യയുടെ ഭൂവിസ്തൃതിയുടെ 25% മാത്രമാണ് യൂറോപ്പിൽ ഉൾപ്പെടുന്നത്. റഷ്യയുടെ ഭൂവിസ്തൃതിയുടെ 25% യൂറോപ്പിൽ ഉൾപ്പെടുന്നത്. ബാക്കി ഭാഗം ഏഷ്യയിലാണ്. യൂറൽ പർവ്വതനിരയുടെ പടിഞ്ഞാറുള്ള റഷ്യൻ പ്രദേശമാണ് യൂറോപ്പിൽ ഉൾപ്പെടുന്നത്. ഈ പ്രദേശത്തെ യൂറോപ്യൻ റഷ്യ എന്നറിയപ്പെടുന്നു. റഷ്യൻ ജനതയുടെ 75% അധിവസിക്കുന്നത് യൂറോപ്യൻ റഷ്യയിലാണ്. റഷ്യയുടെ ഏറ്റവും വലിയ പട്ടണങ്ങളായ മോസ്കോയും സെന്റ് പീറ്റേഴ്സ്ബർഗും സ്ഥിതി ചെയ്യുന്നതും യൂറോപ്യൻ റഷ്യയിലാണ്. ഉക്രൈൻ, ഫ്രാൻസ്, സ്പെയിൻ, സ്വീഡൻ എന്നിവയാണ് വലിപ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ. ഇപ്പൊ യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ എന്ന് പറഞ്ഞു. പിന്നെ ഉക്രൈന്, ഫ്രാൻസ്, സ്പെയിന്, സ്വീഡൻ എന്നിവയാണ് വലിപ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞു റഷ്യയാണ് ഏറ്റവും വലിയ രാജ്യം എന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ എന്താണ്, റഷ്യയുടെ 25% മാത്രമാണ് കേട്ടോ യൂറോപ്പിൽ ഉൾപ്പെടുന്നത്. ബാക്കി ഭാഗം ഏഷ്യയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, റഷ്യയുടെ ജനതയുടെ 75% അധിവസിക്കുന്നത് യൂറോപ്യൻ റഷ്യയിലാണ്. റഷ്യയുടെ ഏറ്റവും വലിയ പട്ടണങ്ങളായ മോസ്കോയും സെന്റ് പീറ്റേഴ്സ്ബർഗും സ്ഥിതി ചെയ്യുന്നത് യൂറോപ്യൻ റഷ്യയിലാണ്. ഓക്കെ, നമുക്ക് വേൾഡ് ഹിസ്റ്ററിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഇപ്പൊ യൂറോപ്പിന്റെ സ്ഥാനവും സ്വാഭാവിക അതിരുകളും തിരിച്ചറിഞ്ഞല്ലോ. ഇനി നമുക്ക് യൂറോപ്പിന്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്തെല്ലാമെന്ന് ചർച്ച ചെയ്യാം. ഇനി യൂറോപ്പിന്റെ ഭൂമിശാസ്ത്ര സവിശേഷതകളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഭൂപ്രകൃതി, വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് യൂറോപ്പിന്റേത്. യൂറോപ്പിന്റെ ഭൂപ്രകൃതിയെ താഴെ പറയും വിധം തരംതിരിക്കാം. ഏതൊക്കെയാണ്, വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ, മധ്യ ഉന്നത തടങ്ങൾ, അതുപോലെ ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ, ആൽപൈൻ പർവ്വത നിരകൾ. ഓക്കെ, ഇനി ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ യൂറോപ്പിന്റെ ഭൂപ്രകൃതിയുടെ ഒരു ഭൂപടം കൊടുത്ത് കാണുന്നില്ലേ. എന്തൊക്കെയാണ്, ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ കാണാൻ പറ്റും. പിന്നെന്താണ്, ഫസ്റ്റ് നമുക്ക് വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ അല്ലെ, പിന്നെ ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ, പിന്നെ മധ്യ ഉന്നത തടങ്ങൾ, പിന്നെ ആൽപീൻ പർവ്വതനിരകൾ. അപ്പൊ ഏറ്റവും വടക്ക് ഭാഗത്തായിട്ടാണ് വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ വരുന്നത് കേട്ടോ. പിന്നീട് ഉത്തര യൂറോപ്യൻ സമതലം, പിന്നെ മധ്യ ഉന്നത തടങ്ങൾ, പിന്നെ ആൽപീൻ പർവ്വതനിരകൾ. അപ്പൊ ഈ ഒരു ഓർഡറിൽ തന്നെ പഠിക്കട്ടോ. ഫസ്റ്റ് നമുക്ക് വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ കൊടുത്തിട്ടുണ്ട്.
യൂറോപ്പിന്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഉയർന്ന കുന്നുകളും നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിലായി പരന്നുകിടക്കുന്ന സ്കാൻഡിനേവിയൻ പീഠഭൂമിയുമാണ് പടിഞ്ഞാറൻ കുന്നുകളുടെ പ്രത്യേകത. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? യൂറോപ്പിന്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഉയർന്ന കുന്നുകളും നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിലായി പരന്നുകിടക്കുന്ന സ്കാൻഡിനേവിയൻ പീഠഭൂമിയുമാണ് വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ പ്രത്യേകത. മഞ്ഞുമൂടിയ കുന്നുകളും ഹിമാനികളും വളരെ വേഗത്തിൽ ഒഴുകുന്ന നദികളും മനോഹരമായ വനങ്ങളും തടാകങ്ങളും നിറഞ്ഞ സ്കാൻഡിനേവിയ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണ്. നീണ്ടകാലത്തെ ഹിമാനീകരണത്തിന്റെയും അപക്ഷയത്തിന്റെയും ഫലമായി രൂപപ്പെട്ട ഉരുണ്ട തലപ്പോട് കൂടിയതും നേരിയ ചരിവുള്ളതുമായ കുന്നുകൾ പലയിടങ്ങളിലും കാണപ്പെടാറുണ്ട്. സ്കാൻഡിനേവിയൻ തീരങ്ങൾ കാണുന്ന ഫിയോഡ് ഈ പ്രദേശത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഫിയോഡുകളാണ് കേട്ടോ. അപ്പൊ ഫിയോഡുകൾ കാണപ്പെടുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിലാണെന്ന് ചോദിച്ചത് വടക്ക് പടിഞ്ഞാറൻ കുന്നുകളിലാണ്. യൂറോപ്പിലെ വടക്ക് പടിഞ്ഞാറൻ കുന്നുകളിലാണ് ഫിയോഡുകൾ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഫിയോഡ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട്. ഹിമാനികളുടെ അപരദന പ്രക്രിയയിലൂടെ യു ആകൃതിയിലൂടെ രൂപം കൊള്ളുന്ന തായ്വരകളാണ് യു രൂപ തായ്വരകൾ. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിലെ സമുദ്രതീരങ്ങളിൽ ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ഹിമാനകൃത തായ്വരകളാണ് ഫിയോഡുകൾ കേട്ടോ. ഉഷ്ണശീത ജലപ്രവാഹങ്ങൾ കൂടിച്ചേരുന്ന പ്രദേശങ്ങളിലെ ഫിയോഡുകളിൽ പ്ലവകങ്ങൾ ധാരാളമായിട്ട് വളരുന്നുണ്ട്. ഇവയെ ആഹാരത്തിനായി ധാരാളം മത്സ്യങ്ങൾ എത്തുന്നതിനാൽ ഈ പ്രദേശങ്ങൾ മത്സ്യസമ്പന്നമാണ്. അതിനാൽ സ്കാൻഡിനേവിയൻ പ്രദേശം മത്സ്യബന്ധനത്തിന് പേരുകേട്ടതാണ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫിയോഡുകൾ. അപ്പൊ ഫിയോഡുകൾ ഉഷ്ണശീതജല പ്രവാഹങ്ങൾ കൂടിച്ചേരുന്ന പ്രദേശങ്ങളിലെ ഫിയോഡുകളിൽ പ്ലവകങ്ങൾ ധാരാളമായി വളരുന്നുണ്ട്. അവയെ ആഹാരിക്കുന്നതിനായിട്ട് ധാരാളം മത്സ്യങ്ങൾ എത്തുന്നതിനാൽ ഈ പ്രദേശങ്ങൾ മത്സ്യസമ്പന്നമാണ്. അതുകൊണ്ട് നമുക്ക് സ്കാൻഡിനേവിയൻ പ്രദേശം മത്സ്യബന്ധനത്തിന് പേരുകേട്ടതാണ്. ഇത്രയും എന്താ ഓക്കെ, അപ്പൊ ഇത്രയാണ്. ഇനി നോർവേയിലെ ഫിയോഡ് തീരം ഇതിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ യു ആകൃതിയിലുള്ള തായ്വരകളാണ് നമുക്ക് മനസ്സിലാക്കാം. ഹിമാനീകരണം അല്ലെങ്കിൽ അപക്ഷയം എന്താണെന്നാണ് കേട്ടോ. ചലിക്കുന്ന മഞ്ഞുപാളികളാണ് ഹിമാനികൾ. ഇവയുടെ ചലനത്തിന്റെ ഫലമായി വ്യത്യസ്ത ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഉപരിതലത്തിൽ രൂപമാറ്റം വരുത്തുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് ഹിമാനീകരണം. ഭൗമോപരിതലത്തിലെ ശിലകളിൽ ഉണ്ടാകുന്ന ഭൗതികമോ രാസികമോ ജൈവികമോ ആയ വിഘടനം അഥവാ ശിഥിലീകരണമാണ് അപക്ഷയം. ഓക്കെ, അപ്പൊ ഹിമാനീകരണം എന്താണെന്നും അപക്ഷയം എന്താണെന്നുമാണ്. ഹിമാനികൾ എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന മഞ്ഞുപാളികളാണ് കേട്ടോ. ഇവയുടെ ചലനത്തിന്റെ ഫലമായി വ്യത്യസ്ത ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഉപരിതലത്തിൽ രൂപമാറ്റം വരുത്തുകയും ചെയ്യുന്നു. ഈ ഒരു പ്രക്രിയയാണ് ഹിമാനീകരണം എന്ന് പറയുന്നത്. എന്നാൽ അപക്ഷയം എന്താണ്? ഭൗമോപരിതലത്തിലെ ശിലകളിൽ ഉണ്ടാവുന്ന ഭൗതികമോ രാസികമോ ജൈവികമോ ആയ വിഘടനം അഥവാ ശിഥിലീകരണമാണ് അപക്ഷയം. ഓക്കെ, അപ്പൊ ഹിമാനീകരണവും അപക്ഷയവും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ തൊട്ട് താഴെയായിട്ട് നമ്മൾ മാപ്പ് കണ്ടത് ഉത്തര യൂറോപ്യൻ സമതലങ്ങളാണ് അല്ലെ. അപ്പൊ ഇവിടെ വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ തെക്കുഭാഗത്തായി ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇവയെ ദ ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ എന്നും അറിയപ്പെടുന്നു. അപ്പൊ ദ ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ എന്നറിയപ്പെടുന്നത് ഉത്തര യൂറോപ്യൻ സമതലങ്ങളാണ് കേട്ടോ. കിഴക്ക് യൂറൽ പർവ്വതങ്ങൾ മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെ ഈ സമതലം വ്യാപിച്ചു കിടക്കുന്നു. സാമാന്യം നിരന്ന ഭൂപ്രകൃതിയുള്ള സമതലങ്ങളിൽ അങ്ങിങ്ങായി ചെറു കുന്നുകളും കാണപ്പെടുന്നു. കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഉത്തര യൂറോപ്യൻ സമതലം രൂപപ്പെട്ടത് ഹിമാനി നിക്ഷേപങ്ങളുടെയും യൂറോപ്പിലെ പ്രധാന നദികളായ വോൾഗ, ഡോൺ, നെയ്പർ എന്നിവയുടെ എക്കൽ നിക്ഷേപങ്ങളുടെയും ഫലമായാണ്. വോൾഗ യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഉത്തര യൂറോപ്യൻ സമതലത്തിലെ വ്യാപകമായി കാണുന്ന പുൽമേടാണ് സ്റ്റെപ്പിസ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, അപ്പൊ വോൾഗ എന്ന് പറയുന്നത് വോൾഗ നദിയാണ് യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഉത്തര യൂറോപ്യൻ സമതലത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റ് സ്റ്റെപ്പീസ് ആണ്. എന്താണ് ഈ സ്റ്റെപ്പീസ്? ഉത്തര യൂറോപ്യൻ സമതലത്തിൽ വ്യാപകമായി കാണപ്പെടുന്ന പുൽമേടാണ് സ്റ്റെപ്പീസ്. ഓക്കെ, അതുപോലെ തന്നെ വോൾഗ, ഡോൺ, നെയ്പർ ഒക്കെ എന്താണ് യൂറോപ്പിലെ പ്രധാനപ്പെട്ട നദികളാണ് എന്നാണ് പറയുന്നത്. ഇനി ഉത്തര യൂറോപ്യൻ സമതലം എവിടെ മുതൽ എവിടം വരെയാണ്? കിഴക്ക് യൂറൽ പർവ്വതങ്ങൾ മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെയാണ് ഈ ഒരു സമുദ്രം വ്യാപിച്ചു കിടക്കുന്നത്. ഓക്കെ, അടുത്തതാണ് മധ്യ ഉന്നത തടങ്ങൾ. ഉത്തര യൂറോപ്യൻ സമതലങ്ങളുടെ തെക്ക് ഭാഗത്തായി മധ്യ ഉന്നത തടങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ചെറിയ കുന്നുകളും തായ്വരകളും പീഠഭൂമികളും നിറഞ്ഞ ഈ പ്രദേശം പടിഞ്ഞാറ് അയർലാൻഡ് മുതൽ കിഴക്ക് റഷ്യ വരെ വ്യാപിച്ചു കിടക്കുന്നു. റൈൻ, റോൺ എന്നീ നദികളാണ് ഈ പ്രദേശത്തെ ജലസമ്പുഷ്ടമാക്കുന്നത്. അപ്പൊ മധ്യ ഉന്നത തടത്തിൽ കാണപ്പെടുന്ന പ്രധാന നദികൾ ഏതാ? റൈനും റോണും ആണ്.
ഓക്കെ. മധ്യ ഉന്നത തടത്തിലെ ഉൾപ്പെടുന്ന വ്യത്യസ്ത ഭൂരൂപങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് ഈ ഒരു പിന്നെന്താണ് പട്ടികയിൽ. പട്ടിക പരിശോധിച്ച ഓരോന്നും സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ തിരിച്ചറിയാനാണ് കേട്ടോ. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് തന്നെയാണ് റൈൻ താഴ്വര, വോസ്കസ് പർവ്വതങ്ങൾ, ജൂറ പർവ്വതങ്ങൾ, സെൻട്രൽ മാസിഫ് പീഠഭൂമി. ഇതൊക്കെ ഫ്രാൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ്? റൈൻ താഴ്വര, വോസ്കസ് പർവ്വതങ്ങൾ, ജൂറ പർവ്വതങ്ങൾ, സെൻട്രൽ മാസിഫ് പീഠഭൂമി. ഇതൊക്കെ എവിടെയാണ്? ഫ്രാൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ആർഡനീസ് പർവ്വതങ്ങൾ ബെൽജിയത്തിലാണ് കേട്ടോ. ആർഡനീസ് പർവ്വതങ്ങൾ ബെൽജിയത്തിലാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതങ്ങൾ അതുപോലെ ഹാർസ് പർവ്വതങ്ങൾ രണ്ടും ജർമ്മനിയിലാണ്. അടുത്തത് മസേറ്റ പീഠഭൂമി സ്പെയിനിലാണ്. ബൊഹീമിയൻ പീഠഭൂമി ചെക്ക് റിപ്പബ്ലിക്കിലാണ് കേട്ടോ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നോട്ട് ചെയ്യുന്ന വേണം. എന്തൊക്കെയാ പറഞ്ഞത്? റൈൻ താഴ്വര, വോസ്കസ് പർവ്വതങ്ങൾ, ജുറ പർവ്വതങ്ങൾ, സെൻട്രൽ മാസിഫ് പീഠഭൂമി. ഇതെല്ലാം കാണപ്പെടുന്ന രാജ്യം ഫ്രാൻസ് ആണ്. ആർഡനീസ് പർവ്വതങ്ങൾ ബെൽജിയത്തിലാണ്. അതുപോലെ ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതങ്ങൾ, ഹാസ് പർവ്വതങ്ങളൊക്കെ ജർമ്മനിയാണ്. മസേറ്റ പീഠഭൂമി സ്പെയിനിലാണ് കാണപ്പെടുന്നത്. ബൊഹീമിയൻ പീഠഭൂമി ചെക്ക് റിപ്പബ്ലിക്. ഓക്കെ. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതങ്ങളുടെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അടുത്ത ജുറാസിക് പാർക്ക്. ജുറാസിക് പാർക്ക് എന്ന ചലച്ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായിരുന്ന ദിനോസറുകൾ ജീവിച്ചിരുന്നത് ജുറാസിക് കാലഘട്ടത്തിലാണ്. ഏകദേശം 143 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഈ കാലഘട്ടത്തിലെ ശിലകൾ യൂറോപ്പിലെ ജൂറ പർവ്വതനിരകളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളതിനാൽ ജുറാസിക് കാലഘട്ടത്തിന് ആ പേര് ലഭിച്ചത്. അപ്പൊ എന്തൊക്കെ കാര്യം ഇവിടെ പറഞ്ഞത്? ജൂറ പർവ്വതനിരകളിൽ നിന്നാണ് എന്ത് കണ്ടെത്തിയത്? 143 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഈ കാലഘട്ടത്തിലെ ശിലകള് യൂറോപ്പിലെ ജൂറ പർവ്വത നിരകളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളതിനാൽ ജൂറാസിക് കാലഘട്ടത്തിന് ആ പേര് ലഭിക്കാൻ കാരണമായത് അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ ജൂറ താഴ്വര എവിടാണെന്ന് പറഞ്ഞത്? ഫ്രാൻസിലാണുള്ളത്. ഫ്രാൻസിൽ. ഓക്കെ. ഇനി മധ്യ ഉന്നതതലത്തിൽ ഉൾപ്പെട്ട പീഠഭൂമികൾ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പൊ ഏതൊക്കെ? ഫ്രാൻസിലുണ്ട് അല്ലെ പീഠഭൂമി. പിന്നെ ചെക്ക് റിപ്പബ്ലിക് ഉണ്ട്. നമുക്ക് കാണാം ബൊഹീമിയൻ പീഠഭൂമി ചെക്ക് റിപ്പബ്ലിക് ആണ്. മസേറ്റ പീഠഭൂമി സ്പെയിനിലും ആണ്. അപ്പൊ ഫ്രാൻസ്, സ്പെയിന്, അതുപോലെ ചെക്ക് റിപ്പബ്ലിക്. അടുത്തത് ആൽപൈൻ പർവ്വത നിരകളാണ് കേട്ടോ. മധ്യ ഉന്നത തടത്തിന് തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമാന്തര നിരകളോട് കൂടിയ മടക്ക് പർവ്വതങ്ങളാണ് ആൽപൈൻ പർവ്വതങ്ങൾ. ഓക്കെ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇങ്ങനെ തന്നെ പഠിക്കാം. മധ്യ ഉന്നത തടത്തിന് തെക്കുഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സമാന്തര നിരകളോട് കൂടിയ മടക്ക് പർവ്വതങ്ങളാണ് ആൽപൈൻ പർവ്വതങ്ങൾ. അപ്പൊ മടക്ക് പർവ്വതങ്ങൾ പറയും ഹിമാലയൊക്കെ അല്ലെ. ഹിമാലയം നമ്മുടെ മടക്ക് പർവ്വതമാണ് അല്ലെ. അതുപോലൊരു മടക്ക് പർവ്വതമാണ് ആൽപൈൻ പർവ്വത നിരകൾ. പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം മുതൽ കിഴക്ക് കാസ്പിയൻ കടൽ വരെ ഈ പർവ്വതങ്ങൾ നീണ്ടുകിടക്കുന്നു. ആൽപ്സ്, കോക്കസസ്, കാർപാത്യൻസ് എന്നിവയാണ് പ്രധാന ആൽപീൻ പർവ്വതനിരകൾ. അപ്പൊ ഏതൊക്കെയാണ്? ആൽപ്സ്, കോക്കസസ്, കാർപാത്യൻ. ഇതൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട ആൽപീൻ പർവ്വതനിരകളാണ്. കോക്കസസ് പർവ്വതനിരയിലെ മൗണ്ട് എൽബ്രസ് ആണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇമ്പോർട്ടന്റ് ആണ്. എന്താ പറഞ്ഞത്? കോക്കസസ് പർവ്വതനിരയിലെ മൗണ്ട് എൽബ്രസ്. മൗണ്ട് എൽബ്രസ് ആണ് എന്ത്? യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എൽബ്രസ് ആണ്. അത് ഏത് പർവ്വതനിരയിലാണ്? കോക്കസസ് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോക്കസസ് പർവ്വതനിര എന്താണ്? ആൽപൈൻ പർവ്വതനിരയാണ് കോക്കസസ് പർവ്വതനിര. ഓക്കെ. അടുത്തത് ഡ്രാക്കുള കോട്ട. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ടാണ് സ്നേഹിത, കാർപ്പാത്തിനിലേക്ക് സ്വാഗതം. ലണ്ടനിൽ നിന്നുള്ള യാത്ര സുഖകരമായിരിക്കുമെന്ന് കരുതുന്നു. എനിക്ക് നിങ്ങളെ കാണാൻ ധൃതിയായി. ഇന്നും സുഖമായി ഉറങ്ങുക. നാളെ 3 മണിക്ക് ബുക്കോവിനോക്ക് പുറപ്പെടുന്ന വണ്ടിയിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്റെ നാട്ടിലെ താമസം നിങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കില്ലെന്ന വിശ്വാസത്തോടെ, നിങ്ങളുടെ സ്വന്തം ഡ്രാക്കുള. ഒരു നൂറ്റാണ്ടിൽ കൂടുതലായി ലോകമെമ്പാടുമുള്ള വായനക്കാരെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരുന്ന ഡ്രാക്കുള എന്ന നോവലിലെ ഭാഗമാണിത്. ലണ്ടൻ നഗരത്തിൽ കൊട്ടാരം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഡ്രാക്കുള പ്രഭു എന്ന രക്തരക്ഷസിനെ തേടി നായകനായ ജോനാഥൻ ഹാർക്കർ ഡ്രാക്കുള കോട്ടയിൽ എത്തുന്നതാണ് നോവലിന്റെ തുടക്കം. ഐറിഷ് എഴുത്തുകാരനായ ബ്രാം സ്റ്റോക്കർ 1897 എഴുതിയ ഈ നോവലിന്റെ മിക്ക ഭാഗങ്ങളുടെയും പശ്ചാത്തലമായ ഡ്രാക്കുള കോട്ട കാർപ്പാത്തിൻ മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള പോയിന്റ് എന്താണ്? ആരാണ് ഈ ഒരു ഡ്രാക്കുള എന്ന നോവൽ എഴുതിയത്? ഐറിഷ് എഴുത്തുകാരനായ ബ്രാം സ്റ്റോക്കർ ആണ്. 1897 എഴുതിയിട്ടുള്ളത്. ഈ നോവലിലുള്ള മിക്ക ഭാഗങ്ങളുടെയും പശ്ചാത്തലമായ ഡ്രാക്കുള കോട്ട കാർപ്പാത്തിൻ മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. കാർപ്പാത്തിൻ മലനിര നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? പ്രധാനപ്പെട്ട ആൽപീൻ പർവ്വതനിരകൾ പറഞ്ഞപ്പോൾ ആൽപ്സ്, കോക്കസസ്, കാർപ്പാത്തിൻ. അപ്പൊ കാർപ്പാത്തിനിലാണ് ഈ ഒരു മല കാണപ്പെടുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഡ്രാക്കുള കോട്ട.
ഇനി മടക്ക് പർവ്വതങ്ങൾ ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്ന പൊതുവെ ഖരാവസ്ഥയിലുള്ള മണ്ഡലമാണ് ശിലാമണ്ഡലം. നമ്മൾ പിന്നെ ജിയോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം എത്രാമത്തെ ക്ലാസ്സിലെ ചാപ്റ്റർ ആയിരുന്നു എന്ന് ഓർമ്മയില്ല. 7th ആണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്ന് പൊതുവെ ഖരാവസ്ഥയിലുള്ള മണ്ഡലമാണ് ശിലാമണ്ഡലം. ക്രമരഹിതമായ അരികുകളോട് കൂടിയ കഷ്ണങ്ങളായിട്ടാണ് ശിലാമണ്ഡലം നിലകൊള്ളുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ശരാശരി 100 കിലോമീറ്റർ കനമുള്ള ഇവയെ ശിലാമണ്ഡല ഫലകങ്ങൾ എന്നറിയപ്പെടുന്നു. ഫലകങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ഫലകാതിരുകളിൽ ശിലാപാളികൾ മടങ്ങിയുയർന്ന് രൂപം കൊള്ളുന്ന പർവ്വതങ്ങളാണ് മടക്ക് പർവ്വതങ്ങൾ. ഹിമാലയ പർവ്വതം മടക്ക് പർവ്വതമാണ് അല്ലെ. അപ്പൊ എന്താണ് മടക്ക് പർവ്വതം എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാ പറഞ്ഞത്? ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്ന് പൊതുവെ ഖരാവസ്ഥയിലുള്ള മണ്ഡലമാണ് ശിലാമണ്ഡലം. ഓക്കെ, അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ. ക്രമരഹിതമായ അരികുകളോട് കൂടിയ കഷ്ണങ്ങളായിട്ടാണ് ശിലാമണ്ഡലം നിലകൊള്ളുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ശരാശരി 100 കിലോമീറ്റർ കനവുമുള്ള ഇവയെ ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ശിലാമണ്ഡല ഫലകങ്ങൾ എന്നറിയപ്പെടുന്നു. ഈ ഫലകങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ഫലകാതിരുകളിൽ ശിലാപാളികൾ മടങ്ങി ഉയർന്നു കൊള്ളുന്ന രൂപം കൊള്ളുന്ന പർവ്വതങ്ങളാണ് മടക്ക് പർവ്വതങ്ങൾ. യൂറോപ്പിലെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ചാർട്ട് പൂർത്തിയാക്കാനാണ് കേട്ടോ. വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? ഫിയോഡ് ഉണ്ടായിരുന്നു അല്ലെ, ഫിയോഡ്. പിന്നെന്തായിരുന്നു ഉള്ളത്? ഓക്കെ, ഫിയോഡ് നമ്മൾ പറഞ്ഞു. പിന്നെന്തായിരുന്നു? ഇനി സ്കാൻഡിനേവിയൻ പീഠഭൂമി നമ്മൾ പറഞ്ഞു. സ്കാൻഡിനേവിയൻ പീഠഭൂമി, സ്കാൻഡിനേവിയൻ പീഠഭൂമി. അതുപോലെ പിന്നെന്തായിരുന്നു? ഉയർന്ന കുന്നുകളും അല്ലെ, ഉയർന്ന കുന്നുകളും. ഇതൊക്കെ എന്താണ്? വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ സവിശേഷതയാണ്, ഉയർന്ന കുന്നുകൾ. ഓക്കെ, ഇനി അടുത്തത് ഏതായിരുന്നു? അടുത്ത ഭൂപ്രകൃതി ഉത്തര യൂറോപ്യൻ സമതലങ്ങളാണ് അല്ലെ. ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ, ഉത്തര യൂറോപ്യൻ സമതലങ്ങളാണ്. ഓക്കെ, അവിടുത്തെ സവിശേഷത എന്താണ്? സ്റ്റെപ്പീസ് ഇവിടെ ഉണ്ട്. പിന്നെന്തായിരുന്നു? പിന്നെ ഉത്തര യൂറോപ്യൻ സമതലത്തിന്റെ പ്രത്യേകത മഞ്ഞുമൂടിയ നിക്ഷേപങ്ങൾ ഉണ്ട് അല്ലെ. മഞ്ഞുമൂടിയ നിക്ഷേപങ്ങൾ, മഞ്ഞുമൂടിയ നിക്ഷേപങ്ങൾ. ഓക്കെ, ഇനി മധ്യ ഉന്നത തടത്തിലോ അതുപോലെ തന്നെ എക്കൽ നിക്ഷേപങ്ങളുണ്ട്. മഞ്ഞുമൂടിയ നിക്ഷേപമുണ്ട്, എക്കൽ നിക്ഷേപമുണ്ട്, എക്കൽ നിക്ഷേപം. അടുത്തതാണ് മധ്യ ഉന്നത തടം. മധ്യ ഉന്നത തടത്തിൽ എന്തൊക്കെയായിരുന്നു പ്രത്യേകതകള്? തായ്വരകൾ ഉണ്ട് അല്ലെ, തായ്വരകൾ, തായ്വരകൾ, പീഠഭൂമികൾ, പീഠഭൂമികൾ. പിന്നെന്തായിരുന്നു? ചെറിയ കുന്നുകളും, ചെറിയ കുന്നുകൾ, ചെറിയ കുന്നുകൾ. ഇതൊക്കെ മധ്യ ഉന്നത തടത്തിൽ പ്രത്യേകത. ഓക്കെ, അടുത്തത് എന്തായിരുന്നു? ആൽപൈൻ പർവ്വത നിരകളാണ് അല്ലെ. ആൽപൈൻ പർവ്വത നിരകൾ, ആൽപൈൻ പർവ്വത നിരകൾ. ഓക്കെ, ആൽപൈൻ പർവ്വത നിരകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത മടക്ക് പർവ്വതങ്ങളാണ്. അതുപോലെ എന്താണ്? മൗണ്ട് എൽബ്രസും പഠിച്ചില്ലായിരുന്നു. മൗണ്ട് എൽബ്രസ്, മൗണ്ട് എൽബ്രസ് ഏറ്റവും വലിയ കൊടുമുടിയാണ് അല്ലെ. യൂറോപ്പിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് മൗണ്ട് എൽബ്രസ്. ഓക്കെ, അടുത്തത് കാലാവസ്ഥയും നൈസർഗിക സസ്യജന്തുജാലങ്ങളും. മിതമായ വേനൽക്കാലവും താരതമ്യേന കഠിനമായ ശൈത്യകാലവുമാണ് യൂറോപ്പിന്റെ പൊതുവായ കാലാവസ്ഥ. എന്നാൽ പ്രാദേശികമായി കാലാവസ്ഥയിൽ വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട്. അക്ഷാംശ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാന്നിധ്യം എന്നിവ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത്? അക്ഷാംശ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാന്നിധ്യം എന്നിവ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഉയർന്ന അക്ഷാംശ സ്ഥാനം, പർവ്വതങ്ങളുടെ സ്വാധീനം എന്നിവ വടക്കു കിഴക്കൻ ഭാഗങ്ങളിൽ വരണ്ട ശൈത്യ കാലാവസ്ഥയ്ക്കും കാരണമാകുന്നു. എന്നാൽ തെക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ, തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സമുദ്രത്തിന്റെ സാന്നിധ്യത്താൽ മിതമായിട്ടുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. പിന്നീട് വർഷണം കൊടുത്തിട്ടുണ്ട്. തുടർച്ചയായ ഘനീകരണത്തിലൂടെ ജലകണികകൾ മേഘങ്ങളിൽ നിന്നും മോചിക്കപ്പെട്ട് ഭൂമിയിലേക്ക് ഖരദ്രവ്യ രൂപത്തിൽ പതിക്കുന്ന പ്രക്രിയയാണ് വർഷണം. അതായത് മഴ, മഞ്ഞുവീഴ്ച, ഹിമവൃഷ്ടി, ആലിപ്പഴം എന്നിവയൊക്കെ വർഷണത്തിന്റെ വിവിധ രൂപങ്ങളാണ്. ഓക്കെ, ലോകത്ത് മരുഭൂമി ഇല്ലാത്ത ഭൂഖണ്ഡം യൂറോപ്പാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ലോകത്ത് മരുഭൂമി ഇല്ലാത്ത ഒരേ ഒരു ഭൂഖണ്ഡം യൂറോപ്പാണ്. ഇപ്പൊ യൂറോപ്പിന്റെ ഭൂരിഭാഗം പ്രദേശത്തും വർഷണത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളായ മഴയും മഞ്ഞും ലഭിക്കുന്നു.
ഉഷ്ണ മരുഭൂമിയും ശീത മരുഭൂമിയും. മരുഭൂമി എന്ന വാക്ക് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ചിത്രം വിശാലമായി വ്യാപിച്ചു കൊടുക്കുന്ന മണൽ പ്രദേശങ്ങളാണ്. എന്നാൽ അത് മാത്രമല്ല, 25 സെന്റിമീറ്ററിന് മുകളിൽ വാർഷികമായി ലഭിക്കാത്ത ഏതൊരു പ്രദേശത്തെയും മരുഭൂമിയായി കണക്കാക്കുന്നു. വർഷം മുഴുവൻ ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. 25 സെന്റിമീറ്ററിന് മുകളിൽ വാർഷികമായി ലഭിക്കാത്ത ഏതൊരു പ്രദേശത്തെയും മരുഭൂമിയായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇപ്പൊ വർഷം മുഴുവൻ മഞ്ഞുമൂടി കിടക്കുന്ന അന്റാർട്ടിക്കയും ഒരു മരുഭൂമിയാണ്. അന്റാർട്ടിക്കയെ ശീത മരുഭൂമിയായാണ് പരിഗണിക്കുന്നത്. കാലാവസ്ഥയെ അടിസ്ഥാനമാക്കി യൂറോപ്പിനെ പല കാലാവസ്ഥാ മേഖലകളായി തരംതിരിക്കാം. ഓരോ കാലാവസ്ഥാ മേഖലയ്ക്കും അനുസരിച്ച് വ്യത്യസ്ത സസ്യജന്തുജാലങ്ങൾ കാണപ്പെടുന്നു. ഇനി കാലാവസ്ഥ, യൂറോപ്പിലെ കാലാവസ്ഥയാണ് ആർട്ടിക് കാലാവസ്ഥ അല്ലെ ടെൻഡ്ര കാലാവസ്ഥ ഉണ്ട്. അതുപോലെ ഉപ ആർട്ടിക് കാലാവസ്ഥ അല്ലെ ടൈഗേ കാലാവസ്ഥ, പിന്നെ അതുപോലെ കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥ, പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ, മെഡിറ്ററേനിയൻ കാലാവസ്ഥ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ യൂറോപ്പിലെ കാലാവസ്ഥകൾ. ഓക്കെ, ആർട്ടിക് കാലാവസ്ഥ നോക്കാം. യൂറോപ്പിന്റെ ആർട്ടിക് പ്രദേശങ്ങളിൽ ടെൻഡ്ര കാലാവസ്ഥ അനുഭവപ്പെടുന്നു. തണുപ്പുള്ള ഹ്രസ്വമായ വേനൽക്കാലവും വളരെ ദൈർഘ്യമുള്ള കഠിനമായ ശൈത്യകാലവുമാണ് ആർട്ടിക് കാലാവസ്ഥയുടെ പ്രത്യേകത. വേനൽക്കാല താപനില 10 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമ്പോൾ ശൈത്യകാല താപനില -25 ഡിഗ്രി സെൽഷ്യസ് മുതൽ -40 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നുണ്ട് കേട്ടോ. അത്രയും കൊടും തണുപ്പാണ് ഇവിടെ ഉള്ളത്, ആർട്ടിക് അല്ലെങ്കിൽ ടെൻഡ്ര കാലാവസ്ഥയിലുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ശൈത്യകാലത്ത് 5 മുതൽ 6 മാസം വരെ സൂര്യപ്രകാശമില്ലാത്ത സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഓക്കെ, ഒരു വ്യക്തി അന്തരീക്ഷത്തിലേക്ക് വീശിയെറിയുന്ന ജലം നിമിഷ നേരം കൊണ്ട് മഞ്ഞായി മാറുന്ന കാഴ്ചയാണ് ഈ ഒരു ചിത്രത്തിലുള്ളത്. ഇതിൽ നിന്നും ഇവിടുത്തെ ശൈത്യത്തിന്റെ കാഠിന്യം മനസ്സിലാക്കാം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാഠിന്യമുള്ള ശൈത്യകാലമാണ് അവിടെ ഉള്ളത്. അപ്പൊ സസ്യജാലങ്ങളുടെ വളർച്ചയ്ക്ക് സൂര്യപ്രകാശത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നമുക്കറിയാം. നീണ്ട രാത്രികളും കഠിനമായ ശൈത്യവും മഞ്ഞുരൂപത്തിലുള്ള വർഷണവും സസ്യങ്ങളുടെ വളർച്ചയെ തടയുന്നു. ഇത് കാരണം ശൈത്യത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന കുറ്റിച്ചെടികളും പായലുകളും പൂപ്പലുകളും മാത്രമാണ് ഈ ഒരു കാലാവസ്ഥയിൽ വളരുക കേട്ടോ. അപ്പൊ ഇവിടെ എന്തൊക്കെ മാത്രമേ ഉള്ളൂ? പായലുകള്, പൂപ്പലുകള്, കുറ്റിച്ചെടികള്, ഇതൊക്കെയാണ് എന്ത് ഈ ഒരു കാലാവസ്ഥയിൽ, ഈ ടെൻഡ്ര കാലാവസ്ഥയിൽ വളരുന്ന ചെടികൾ. ടെൻഡ്ര കാലാവസ്ഥയിലെ സസ്യജാലങ്ങളുടെ കുറവ് ഇവിടെയുള്ള ജന്തുജാലങ്ങളുടെ എണ്ണത്തെ ബാധിക്കുന്നുണ്ട്. തണുപ്പിനെ അതിജീവിക്കാൻ കഴിയുന്ന കട്ടിയുള്ള രോഗങ്ങളുള്ള ചെന്നായ, റെയിൻഡിയർ, ധ്രുവക്കരടി, ആർട്ടിക് കാട്ടുമുയൽ പോലുള്ള വളരെ കുറച്ച് മൃഗങ്ങളെ മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇത് എന്തൊക്കെ പറഞ്ഞ, റെയിൻഡിയർ, ധ്രുവക്കരടി, ആർട്ടിക് മുയല് പോലുള്ള വളരെ കുറച്ച് മൃഗങ്ങളെ, ചെന്നായ ഇതുപോലുള്ള കുറച്ച് മൃഗങ്ങളെ മാത്രമേ ഈ ഒരു ടെൻഡ്ര കാലാവസ്ഥയിൽ കാണാൻ പറ്റൂ. അടുത്തത് ഉപ ആർട്ടിക് കാലാവസ്ഥ അല്ലെങ്കിൽ ടൈഗേ കാലാവസ്ഥ ആണ് കേട്ടോ. ടെൻഡ്ര പ്രദേശങ്ങളോട് ചേർന്ന് തെക്ക് ഉപ ആർട്ടിക് പ്രദേശങ്ങളിൽ ടൈഗേ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. ഹ്രസ്വമായ വേനൽക്കാലം, ഇളം ചൂടുള്ളതാണെങ്കിലും ശൈത്യം ആർട്ടിക് കാലാവസ്ഥയിലേത് പോലെ കഠിനമാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ വർഷത്തിൽ 5 മുതൽ 7 മാസം വരെ താപനില 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കും. ടൈഗേ കാലാവസ്ഥയിൽ വർഷണം പൊതുവെ മഞ്ഞ് രൂപത്തിലായിരിക്കും. ഓക്കെ, അപ്പൊ ടൈഗേ കാലാവസ്ഥയിലുള്ള വർഷണം മഞ്ഞു രൂപത്തിലായിരിക്കും. ഓക്കെ, ഇനി സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ നിറഞ്ഞ നിത്യഹരിത വനങ്ങളാണ് ടൈഗേ കാലാവസ്ഥയിലെ പ്രധാന സസ്യസമ്പത്ത്. പൈന്, ദേവദാരു എന്നിവയാണ് പ്രധാന വൃക്ഷങ്ങൾ. രോമങ്ങൾ നിറഞ്ഞ കാട്ടുപൂച്ച, എർമൈൻ, വെള്ളിക്കുറുക്കൻ എന്നിവയാണ് പ്രധാന മൃഗങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ ടെൻഡ്ര കാലാവസ്ഥ പറഞ്ഞപ്പോൾ അവിടുത്തെ എന്തായിരുന്നു, നമ്മൾ എന്തൊക്കെയായിരുന്നു ചെടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പായലുകൾ, പൂപ്പലുകൾ, കുറ്റിച്ചെടികളൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ്, സ്തൂപികാഗ്ര വൃക്ഷങ്ങള്, അതുപോലെ എന്താണ്, നിത്യഹരിത വനങ്ങളായ ടൈഗേ വനങ്ങളൊക്കെ ആണെന്ത് ഈ ഒരു ടൈഗേ കാലാവസ്ഥയിലെ സസ്യസമ്പത്ത്. പിന്നെ അതുപോലെ പൈനും ദേവദാരും ഒക്കെ ഉണ്ട് കേട്ടോ, പ്രധാന വൃക്ഷങ്ങള്. അതുപോലെ രോമങ്ങൾ നിറഞ്ഞ കാട്ടുപൂച്ച, എർമൈൻ, വെള്ളിക്കുറുക്കനൊക്കെ പ്രധാന മൃഗങ്ങളാണ് ഇവിടുത്തെ. ഓക്കെ, ഇനി ഉപ ആർട്ടിക് കാലാവസ്ഥ അടിസ്ഥാനം വന്നിരിക്കുന്ന പട്ടിക പോലെ രാജ്യങ്ങൾ നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്, റഷ്യ ഒക്കെ എന്താണ് നമ്മുടെ ഈ ഒരു നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈഗേ കാലാവസ്ഥയാണ് ഈ രാജ്യങ്ങളിലൊക്കെ കേട്ടോ. ടൈഗേ കാലാവസ്ഥ, ഉപ ആർട്ടിക് കാലാവസ്ഥ ഇവിടെ നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്, റഷ്യ. സസ്യജാലങ്ങൾ എന്തൊക്കെയായിരുന്നു? സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ, സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ. പിന്നെ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? വൃക്ഷങ്ങൾ ഉണ്ട്. പിന്നെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പൈനും ദേവദാരു ഇല്ലേ, പൈൻ, ദേവദാരു ഇതൊക്കെ എന്താണ് അവിടുത്തെ വൃക്ഷങ്ങളാണ്, ദേവദാരു. ഓക്കെ, ജന്തുജാലങ്ങൾ പറഞ്ഞ എന്താ? കാട്ടുപൂച്ച, എർമൈന്, വെള്ളിക്കുറുക്കൻ, ഇതൊക്കെ എന്താണ്
ജന്തുജാലങ്ങളാണ്. പിന്നെ കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥ ആണ് കേട്ടോ. യൂറോപ്പിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ കഠിനമായ വേനലും അതിശൈത്യവും അനുഭവപ്പെടുന്നു. ഈ കാലാവസ്ഥയെ കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥ എന്നറിയപ്പെടുന്നു ട്ടോ. അപ്പൊ യൂറോപ്പിന്റെ കിഴക്കൻ ഭാഗങ്ങൾ ഈ ഒരു പേര് പോലെ തന്നെ കിഴക്കൻ പ്രദേശങ്ങളിലാണ്. ശൈത്യകാല താപനില പലപ്പോഴും 0 ഡിഗ്രി സെൽഷ്യസിന് താഴേക്ക് പോകുന്നു. വേനലിൽ നേർത്ത മഴ ലഭിക്കാറുണ്ട് കേട്ടോ. അപ്പൊ കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥയിൽ നേർത്ത മഴ ലഭിക്കാറുണ്ട് വേനലിൽ. വിരളമായ മഴയും കടുത്ത ചൂടും കാരണം ഈ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ വൻമരങ്ങൾ വളരാറില്ല. വിരളമായിട്ടാണ് മഴ ലഭിക്കുന്നത്, അതുപോലെ കടുത്ത ചൂടാണ്. യൂറോപ്പിലെ പുൽമേടായ സ്റ്റെപ്പീസിനെ കുറിച്ച് നമുക്കറിയാം അല്ലെ. അപ്പൊ നിങ്ങൾ ഈ സ്റ്റെപ്പീസിൽ അനുഭവപ്പെടുന്നത് കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥയാണ്. കൃഷ്ണമൃഗം, ചെന്നായ, കുതിര എന്നിവയാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്ന മൃഗങ്ങൾ. അടുത്തത് പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥയാണ് കേട്ടോ. കഠിനമായ ശൈത്യവും മിതമായ ചൂടും വർഷം മുഴുവൻ ലഭിക്കുന്ന മഴയുമാണ് പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥയുടെ പ്രത്യേകത. വടക്ക് പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടൻ, നെതർലാൻഡ്, ബെൽജിയം, തെക്കൻ നോർവേ, ഡെൻമാർക്ക്, പടിഞ്ഞാറൻ ഫ്രാൻസ്, വടക്കൻ സ്പെയിൻ എന്നിവകളിലാണ് പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, ഏതൊക്കെ രാജ്യങ്ങളിലാണ്? ബ്രിട്ടൻ, നെതർലാൻഡ്, ബെൽജിയം, തെക്കൻ നോർവേ, ഡെൻമാർക്ക്, പടിഞ്ഞാറൻ ഫ്രാൻസ്, അതുപോലെ വടക്കൻ സ്പെയിൻ എന്നിവിടങ്ങളിലാണ് ഏത് കാലാവസ്ഥ ഉള്ളത്? പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ ഉള്ളത്. ഓക്കെ. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ സാന്നിധ്യം ഇവിടുത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. അപ്പൊ പടിഞ്ഞാറ് ഭാഗത്ത് ഏത് സമുദ്രമായിരുന്നു? അറ്റ്ലാന്റിക് സമുദ്രമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത്? അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ സാന്നിധ്യമാണ്. ഓക്കെ. സസ്യവളർച്ചയ്ക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ. ബലമുള്ള തടിയും വിസ്താരമേറിയ ഇലകളുമുള്ള ഇലപൊഴിയും മരങ്ങളാണ് ഇവിടുത്തെ കാണപ്പെടുന്നത്. ബീച്ച്, എൽമ്, ഓക്ക്, ബിർച്ച്, ആഷ് എന്നിവയാണ് ഇവയ്ക്ക് ഉദാഹരണം. ഓക്കെ. അപ്പൊ ബീച്ച്, എൽമ്, ഓക്ക്, ബിർച്ച്, ആഷ് എന്നിവയാണ് ഈ മരങ്ങൾക്ക് ഉദാഹരണം. അണ്ണാൻ, കുറുക്കൻ, മുയൽ, മാൻ, ചെന്നായ തുടങ്ങിയവ ഇവിടെ കാണപ്പെടുന്നു. അടുത്തത് മെഡിറ്ററേനിയൻ കാലാവസ്ഥയാണ് കേട്ടോ. മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥ. പോർച്ചുഗല്, സ്പെയിന്, ഇറ്റലി, ഗ്രീസ്, ബോസ്നിയ, ഹർസഗോവിന, ക്രൊയേഷ്യ, തെക്കൻ ഫ്രാൻസ് എന്നിവിടങ്ങളിൽ മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളാണ്? പോർച്ചുഗല്, സ്പെയിന്, ഇറ്റലി, ഗ്രീസ്, ബോസ്നിയ, ഹർസഗോവിന, ക്രൊയേഷ്യ, അതുപോലെ തെക്കൻ ഫ്രാൻസ്. ഇവിടൊക്കെ ഈ ഒരു മെഡിറ്ററേനിയൻ കാലാവസ്ഥ ആണ് കേട്ടോ. ചൂട് കൂടിയ വരണ്ട വേനൽക്കാലവും തണുത്ത മഴയോട് കൂടിയ ശൈത്യകാലവുമാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥയുടെ സവിശേഷത. ഇനി മരങ്ങളും കുറ്റിച്ചെടികളും നന്നായി വളരുന്ന കാലാവസ്ഥയാണിത്. റോസ്മേരി, ലാവണ്ടർ, ഒലീവ്, പൈന്, ഓറഞ്ച്, മുന്തിരി, അത്തി എന്നിവയാണ് പ്രധാന സസ്യങ്ങൾ. ഓക്കെ. ഐബീരിയൻ കാട്ടുപൂച്ച, ബാർബറി മക്കാക്ക്, മൗഫ്ലോൺ ആട്, സ്പാനിഷ് ഇമ്പീരിയൽ പരുന്ത്, ഗൗളിക്കിളി എന്നീ അപൂർവ ജന്തുവർഗ്ഗങ്ങൾ മെഡിറ്ററേനിയൻ പ്രദേശത്ത് കാണപ്പെടുന്നു. മെഡിറ്ററേനിയൻ പ്രദേശത്ത് കാണപ്പെടുന്ന ജന്തുജാലങ്ങൾ എന്താണ്? ഐബീരിയൻ പൂച്ച, ബാർബറി മക്കാക്ക്, മൗഫ്ലോൺ ആട്, സ്പാനിഷ് ഇമ്പീരിയൻ പരുന്ത്, അതുപോലെ ഗൗളിക്കിളി എന്നീ അപൂർവ ജന്തുവർഗ്ഗങ്ങളെ മെഡിറ്ററേനിയൻ പ്രദേശത്ത് കാണപ്പെടുന്നു. ഓക്കെ. എല്ലാത്തിനെയും ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഏത് കാലാവസ്ഥയിലാണ്? മെഡിറ്ററേനിയൻ കാലാവസ്ഥയിലാണ് കാണപ്പെടുന്നത് കേട്ടോ. ഓക്കെ. അടുത്തത് വിറ്റി കൾച്ചർ. മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലെ മുന്തിരി കൃഷി വളരെ പ്രസിദ്ധമാണ്. ശാസ്ത്രീയമായി നടപ്പിലാക്കുന്ന മുന്തിരി കൃഷിയെ വിറ്റി കൾച്ചർ എന്ന് പറയുന്നു. ഇവിടെ പഠിക്കാനുള്ള പോയിന്റ് എന്താണ്? ശാസ്ത്രീയമായി നടപ്പിലാക്കുന്ന മുന്തിരി കൃഷിയെ വിറ്റി കൾച്ചർ എന്ന് പറയുന്നു. ഇതോടൊപ്പം വീന് നിർമ്മാണവും ഇവിടുത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനമാണ്. മെഡിറ്ററേനിയൻ പ്രദേശങ്ങൾ മുന്തിരി കൃഷിയാണ്, വളരെ പ്രസിദ്ധമാണ്. മുന്തിരി കൃഷിക്ക് ശാസ്ത്രീയമായിട്ടുള്ള മുന്തിരി കൃഷിയെ നമ്മൾ വിറ്റികൾച്ചർ എന്നാണ് പറയുന്നത്. അതുപോലെ വീന് നിർമ്മാണവും ഇവിടുത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, അപ്പൊ ഓരോ കാലാവസ്ഥയും അതിന്റെ സവിശേഷതകളാണ് ഇവിടെ എഴുതാനൊക്കെ കുട്ടികളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അടുത്ത, കാലാവസ്ഥക്കനുസരിച്ച് സസ്യജന്തു ജാലങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്നത് പോലെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും മനുഷ്യ ജീവിതത്തെയും സ്വാധീനിക്കുന്നു. യൂറോപ്പിലെ സാമൂഹിക സാംസ്കാര ജീവിതം നമുക്കൊന്ന് പരിശോധിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ചൊരു ലെങ്ത് ഉള്ള ഒരു ചാപ്റ്റർ ആണിത്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയും ഭാഗമാണ് എടുക്കുന്നത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ആക്കി ഇടാം കേട്ടോ. ഓക്കെ. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിന്റെ ലെങ്ത് വല്ലാതെ കൂടി പോകും. അപ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ. അതുപോലെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.